കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ നിരവധി സംഭവങ്ങൾ കത്തി നിൽക്കുന്നതിനിടെയാണ് മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ അക്രമ വാർത്ത ചർച്ചയാകുന്നത്. KSU പ്രവർത്തകർ മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ഭരണപക്ഷവാദത്തെ പ്രതിരോധിക്കാൻ വ്യക്തമായ ദൃശ്യങ്ങളില്ലാത്തത് വലിയൊരു തർക്ക വിഷയമായി തന്നെ മാറിയിരിക്കുന്നു. ഗുരുതരമായ ഭരണപരമായ വീഴ്ചകളിൽ നിന്ന് പൊതുശ്രദ്ധ തിരിക്കാനും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ അക്രമ രാഷ്ട്രീയമായി മുദ്രകുത്താനുമുള്ള ഒരു തന്ത്രമാണോ ഇതെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. സ്ത്രീത്വത്തിന് നേരെയുള്ള ആക്രമണം എന്ന വൈകാരിക കാർഡ് ഉപയോഗിച്ച് സൈബർ ഇടങ്ങളിൽ അനുകൂല തരംഗമുണ്ടാക്കാനും വകുപ്പിന്റെ പരാജയങ്ങളെ കുഴിച്ചുമൂടാനുമുള്ള ശ്രമങ്ങൾ ഇതോടെ സജീവമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചൂടൻ ചർച്ച മന്ത്രി വീണ ജോർജിന്റെ പരിക്കിനെ പറ്റി തന്നെയാണ്. KSU പ്രവർത്തകർ വീണ ജോർജിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു കാര്യം കാണാൻ സാധിക്കുന്നില്ല. ആക്രമണ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തത് ഈ വാദത്തിന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. ഈ അടുത്ത കാലത്ത് നിരവധി ആരോപണങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നേരത്തെ ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. ഇതോടുകൂടി ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ എന്നേക്കുമായി കുഴിച്ചുമൂടപ്പെടുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ചോദ്യം ഉയരുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിവാദം കത്തി നിൽക്കുമ്പോൾ വൈകാരികമായ മറ്റൊരു വിഷയം ഉണ്ടായാൽ ജനശ്രദ്ധ സ്വാഭാവികമായും അങ്ങോട്ട് മാറും. സ്ത്രീ കൂടിയായ മന്ത്രിക്കെതിരെ ആക്രമണം നടന്നുവെന്ന വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ ആക്രമണത്തിന്റെ ധാർമ്മികതയിലേക്കും സുരക്ഷയിലേക്കും ഒക്കെ നീങ്ങും. ഇത് പഴയ വീഴ്ചകളെ താൽക്കാലികമായെങ്കിലും ജനമനസ്സുകളിൽ നിന്ന് പിന്നോട്ട് തള്ളാൻ സഹായിച്ചേക്കാം. ആരോഗ്യ വകുപ്പിന്റെ പരാജയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എന്ന പ്രതിരോധം തീർക്കാൻ സർക്കാരിന് ഇതിലൂടെ സാധിക്കും. സൈബർ ഇടങ്ങളിലും മറ്റും മന്ത്രിക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. പഴയ വീഴ്ചകളെ ചോദ്യം ചെയ്യുന്നവരെ അക്രമിപക്ഷത്തുള്ളവർ എന്ന് മുദ്രകുത്താനും ഭരണപക്ഷത്തിന് അവസരമൊരുക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരമൊരു ഹീനമായ ആക്രമണം നടക്കുന്നത് എന്ന വാദം CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിലും മറ്റും മന്ത്രിക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ തന്നെയാണ് CPMന്റെ ശ്രമവും. KSUവിനെയും കോൺഗ്രസിനെയും ഒരു ജനാധിപത്യ പാർട്ടിയായല്ല, മറിച്ച് ഗുണ്ടാ സ്വഭാവമുള്ള സംഘടനയായിട്ടാണ് CPM സൈബർ ഹാൻഡിലുകൾ അവതരിപ്പിക്കുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന ഗൗരവമായ ആരോപണങ്ങളെ, അതായത് നേരത്തെ ഒരു രോഗിയുടെ വയറ്റിനുള്ളിൽ കത്രിക വെച്ച കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ അടുത്ത കാലത്ത്. ആ സമയത്താണ് പ്രതിരോധിക്കാനായിട്ട് ഇത്തരമൊരു സംഭവം CPMന് ലഭിക്കുന്നത്. ഇതൊരു കവചമായിട്ട് തന്നെയാണ്, അതായത് ഒരു രാഷ്ട്രീയ കവചമായിട്ടാണ് ഇപ്പം CPM ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയേണ്ടി വരും. അഴിമതിയും വീഴ്ചകളും ചർച്ച ചെയ്യുന്നതിനു പകരം മന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്ന വൈകാരിക തലത്തിലേക്ക് ചർച്ചകളെ മാറ്റാൻ ഇതിലൂടെ സാധിക്കും. മന്ത്രിയുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവത്തെയും ആക്രമണത്തെയും എല്ലാം കൂട്ടിക്കെട്ടി പ്രതിപക്ഷം മന്ത്രിയെ വേട്ടയാടുന്നു എന്നൊരു തരംഗമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രതിപക്ഷം മന്ത്രിയെ മികച്ച നടിയെന്ന് വിളിച്ചതും പരിഹസിച്ചതുമെല്ലാം CPMന് ഗുണകരമാവുന്ന രീതിയിലേക്കാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ പരിഹാസങ്ങൾ മന്ത്രിക്കെതിരെയുള്ള വ്യക്തിഹത്യയായും സ്ത്രീത്വത്തെ അപമാനിക്കലായും എല്ലാം സൈബർ ഇടങ്ങളിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇത് നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ പോലും മന്ത്രി വീണ ജോർജിന് ഒരു അനുതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചേക്കും. ഇപ്പൊ വീണ ജോർജിനെതിരെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഓസ്കാർ അർഹിക്കുന്ന പ്രകടനം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മന്ത്രിയുടെ പരിക്കിനെ മോണോ ആക്ട് എന്ന് വിളിച്ചും കലോത്സവ കാലത്തെ പഴയ ചിത്രങ്ങൾ പങ്കുവച്ചുമെല്ലാം വലിയ രീതിയിലുള്ള ട്രോളുകൾ നിറയുന്നുണ്ട്. മികച്ച നടി എന്ന വിശേഷണം സൈബർ ഗ്രൂപ്പുകൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുകയാണ്. എവിടെ ആക്രമണത്തിന്റെ വീഡിയോ എന്ന ചോദ്യമാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്ന മറ്റൊന്ന്. ഇത്രയും പോലീസുകാർക്കും ക്യാമറകൾക്കും ഇടയിൽ എങ്ങനെ ഇത്തരമൊരു ആക്രമണം നടന്നു എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടിയും തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് ഒരു വിഭാഗം പറയുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് CPM വക പല കലാപരിപാടികളും മലയാളികൾ ഇനിയും കാണേണ്ടി വരും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം നാടകീയമായ സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ ദൃശ്യങ്ങളുടെ അഭാവവും മുൻപ് നടന്ന ഗൗരവമായ ഭരണവീഴ്ചകളും ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ബാക്കി നിർത്തുന്നത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നും ഒട്ടും ചെറുതല്ല. രോഗിയുടെ വയറ്റിനുള്ളിൽ കത്രിക മറന്നു വെക്കുക, അതിനെ ന്യായീകരിച്ച് ഡോക്ടർ പിന്നാലെ എത്തുക, ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ആശുപത്രികളിൽ പോവുക എന്ന ചോദ്യം പോലും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇതുവരെയും മന്ത്രി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടുന്നില്ല. ഇത്രയും ക്യാമറകളും പോലീസുകാർക്കും ഇടയിൽ മന്ത്രി എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് എന്ന ചോദ്യവും ബാക്കിയാണ്. എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വരാത്തടത്തോളം കാലം മന്ത്രിക്കുണ്ടായ ഈ പരിക്കും അതിനെ തുടർന്നുണ്ടായ ആശുപത്രി വാസവും എല്ലാം ജനം സംശയത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത്.